ആറ്റുകാൽ ഉത്സവം കാണാത്ത ട്രിവാൻഡ്രംകാരുണ്ടോ? എന്നാ ഉണ്ട്. ഒരു തിരുവനന്തപുരംകാരിയായിട്ട് ഞാൻ ഇന്നേ വരെ ആറ്റുകാൽ ഉത്സവം ടൈമിൽ അങ്ങോട്ട് പോയിട്ടില്ല. കാരണം ഒന്ന്, തിരക്ക്. രണ്ട്, അവിടുന്ന് വീട് വരെയുള്ള ദൂരം. ഞാൻ 2 കൊല്ലമായി ഇപ്പൊ പൊങ്കാല ഇടുന്നത് ഗീതാന്റിയുടെ ഒപ്പമാണ്. തിരുവല്ലത്ത് നിന്ന് ആറ്റുകാൽ പോകാൻ അത്ര ദൂരം ഇല്ലാത്തത് കൊണ്ട് പൊങ്കാലത്തലേന്ന് നമ്മൾ 3 ആളൂടെ അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചു. ആറ്റുകാൽ ക്ഷേത്രത്തിന് എത്ര അടുത്താണെന്ന് പറഞ്ഞാലും ഈ ഒരു തീരുമാനം വളരെ ചിന്തിച്ചെടുക്കേണ്ട ഒരു തീരുമാനം തന്നെയാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ചിറങ്ങി. എനിക്കാണെങ്കിൽ മോർണിംഗ് തൊട്ട് രാത്രി 10 മണി വരെ ഷൂട്ടുള്ള ഒരു ദിവസമായിരുന്നു. എന്നാൽ കൂടിയും ആറ്റുകാൽ ഉത്സവം പൊങ്കാലയൊക്കെ തരുന്ന ഒരു എനർജി അത് വേറെ തന്നെയാണ്. ഈ ഒരു ക്ഷേത്ര പരിസരത്ത് പോകുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നവരെ കാണുമ്പോൾ എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടാ അവർ ഈ പൊങ്കാല ഇടുന്നതെന്നൊക്കെ ഓർത്തു പോകുന്നത്. നമ്മളൊക്കെ എന്ത് സുഖിച്ചാ ഇടുന്നതെന്നും. ആറ്റുകാലമ്മയെ കാണാനുള്ള ക്യൂ കണ്ടപ്പോൾ തന്നെ ഉള്ളിൽ കയറണം എന്നുള്ള പ്രതീക്ഷ മൊത്തത്തിൽ അവസാനിച്ചിരുന്നു. എങ്കിൽ കൂടിയും പുറത്തു നിന്ന് ഒന്ന് തൊഴുത്, മനസ്സ് നിറഞ്ഞു തൊഴുത്, എങ്ങനെയൊക്കെയോ തിക്കിലും തിരക്കിലും നിന്നും ഇറങ്ങി. അപ്പോൾ ഇനി ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയാണ്. പോകുന്ന വഴിക്ക് നാളത്തെ അന്നദാനത്തിലേക്കുള്ള ആഹാര പ്രിപ്പറേഷൻസ് ഒക്കെ കണ്ടുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. അപ്പൊ ഇനി പൊങ്കാല